നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി അവനും ശങ്കരാന്തൊക്കെയൊക്കെ വന്നിട്ടാണ് ഞാൻ വെൽക്കം ടു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതെന്ന് എനിക്കറിയാം. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. എപ്പോഴും വിചാരിക്കും വീഡിയോസ് സെറ്റാക്കണം എന്നുള്ളത്. പക്ഷെ ഇന്ന് സെറ്റാക്കാം എന്ന് വിചാരിച്ച് ഇരുന്ന് ഇപ്പോൾ ഒരു മല പോലെ സംഭവങ്ങൾ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ബിഗ് ബാസ്, യെസ്, അപ്പം ആശാന്റെ വരവ് ഏകദേശം അടുത്തു. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ വെയിലുകാലം ആകുമ്പോഴൊക്കെ നമുക്ക് കുറേ പ്രകൃതിയായിട്ട് ഇൻറ്റിമേഷൻസ് തരും. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അത് കാണുമ്പോൾ പറയും, വെയിലാവാറായില്ലേ, മഴ ആവാറായില്ലേ എന്നൊക്കെ. സോ അതേപോലെ തന്നെ ബിഗ് ബോസ് ആവാറായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പരാക്രമങ്ങൾ കാണാം പല ആൾക്കാരുടെയും. ആ തിളപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബിഗ് ബോസിലോട്ടുള്ള എൻട്രിയാണ് നോക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയാണ് മച്ചന്മാരെ, ബിഗ് ബോസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. പലരും ഈവൻ റീൽസിലൊക്കെ ആണെങ്കിലും കമന്റ്സ് ത്രൂ ബിഗ് ബോസിൽ വിളിച്ചാൽ പോവോ, പിന്നെന്താ ഞാൻ പോയി തകർത്തിട്ട് വരുന്നൊക്കെ പറയുന്ന കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, അപ്പോ ലൈക്ക് പുറത്ത് നിന്ന് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുപോവുക. എക്സ്ട്രീംലി വേറൊരു ലോകത്തേക്കായിരിക്കും കൊണ്ടുപോവുക. നമ്മളെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ടാസ്ക് വരുന്നു, പിന്നെ കുറെ റൂൾസ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും. അപ്പൊ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ ഇൻ അവർ കൺട്രോൾ. കാരണം മെന്റലി നമ്മൾ സ്റ്റക്ക് ആവുകയും ഇറിറ്റേറ്റ് ആവുകയും ഹാപ്പി ആവുകയും എന്തൊക്കെയോ തട്ടിമുത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകും. അപ്പം ഈ പുറത്തിറന്ന് പരാക്രമം കാണിക്കുന്നവരും സിമ്പിളായിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ പൂ പോലെ പറിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ബിഗ് ബോസ് ഒട്ടും ഈസി അല്ല. ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ഓൾവേസ് ടോപ്പ്. അതായത് ബിഗ് ബോസിന്റെ ഉള്ളിലോട്ട് ആൾക്കാർ പോയി ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എന്ത്, ബിഗ് ബോസ് ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നുള്ളത്. ആൻഡ് ഈ ബിഗ് ബോസിന്റെയും ഈ കണ്ടസ്റ്റൻസിന്റെയും ഗെയിം കണ്ടിട്ട് പുറത്തിരുന്നിട്ട് നാട്ടുകാർ പറയും ബിഗ് ബോസ് മണ്ടനാണ്, ബിഗ് ബോസ് പൊട്ടനാണ്, നമുക്കറിയാം കാര്യങ്ങൾ എന്ന് പറയും. ആക്ച്വലി പുറത്ത് നിൽക്കുന്നവരെയും അകത്ത് നിൽക്കുന്നവരുടെയൊക്കെ അവരെയൊക്കെ നൈസായിട്ട് കളിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് ആണ് പവറിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മൂത്താപ്പ എന്ന് തന്നെ പറയാം. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അണ്ണാനെ മരങ്കയറ്റം പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഇതും താണ്ടി വന്നവൻ, അല്ലെങ്കിൽ വെടിക്കെട്ടാറ് ഉടുക്കൂട്ടി പേടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലേക്കാണ് ബിഗ് ബോസിന്റെ ആ ഒരു ലെവൽ അന്നും ഇന്നും നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ടാസ്കും ലിറ്ററലി അൺഎക്സ്പെക്ടഡ് ആണ്. ഏതാ സംഭവിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ആ ഒരു ടാസ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പുറത്തുനിന്ന് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങി പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇതാണല്ലേ ആക്ച്വലി സംഭവിച്ചതെന്ന് മനസ്സിലാവുക. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യവുമില്ലാത്തൊരവസ്ഥയിലേക്കാവും. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലരുടെയും വിചാരം അത് ഈസി ആണെന്നാണ്. അതിന്റെ അകത്ത് കയറി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ളൊരു അവസ്ഥയാകും. ഓക്കെ, മെന്റൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മളിലുള്ള കുറെ വൃത്തികെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ പോയിട്ട് ഒരു പ്യൂരിഫൈ ചെയ്തിട്ട് വേറൊരു ലെവലിലോട്ടായിരിക്കും ആ വ്യക്തിത്വത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടാവും. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തിരുന്ന് ഗെയിം നന്നായിട്ട് കണ്ട് പഠിച്ചവർക്കും ഞാൻ ഈ പറയുന്നത് കലങ്ങുന്നുണ്ടാവും. അപ്പൊ ആകെ മൊത്തം ടോട്ടലി ഞാൻ പറഞ്ഞ ബിഗ് ബോസ് അടുക്കുമ്പോഴുള്ള പുറത്തുള്ള ഈ പരാക്രമങ്ങളൊക്കെ നല്ല രീതിയിൽ പോട്ടെ, ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റട്ടെ, നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വലിയ കാര്യം തന്നെ. സോ അതൊരു വെല്ലുവിളിയായിട്ടോ ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കയറി പോകണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിലെ മൂത്താപ്പ അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തരില്ല. കാരണം ആ വ്യക്തിക്ക്, ആ ബിഗ് ബോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റേഴ്സിന് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഗെയിം എങ്ങനെ ചേഞ്ച് ആക്കണം, ഗെയിം എങ്ങനെ കൊണ്ടുപോകണം, എത്രയൊക്കെ ഡിഫറെന്റ് ആക്കണം, എത്രയൊക്കെ വെറൈറ്റി ആക്കണം എന്നുള്ളത്. സോ ഇൻ അഡ്വാൻസ് അതിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സെലക്ട് ആവാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ് അടുത്ത ബിഗ് ബോസിന് വേണ്ടിയിട്ട്. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ലൈക്ക് അമ്പട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ നിന്നും നിങ്ങളെ പോലെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ആകെ മൊത്തം എനിക്ക് പറയാനുള്ളത്, എന്ത് കണ്ടു കഴിഞ്ഞാലും ഒരു മെനയില്ലല്ലോ, അല്ലെങ്കിൽ വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അവർ ആ ഒരു മൂലയ്ക്ക് തന്നെ ഇരുന്നോട്ടെ, അവരെന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്തോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും. അതല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഇവര് പറഞ്ഞ മാതിരി റോഡിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓരോ കുരയ്ക്കുന്ന പട്ടികൾക്കെതിരെ നമുക്ക് കല്ലെറിയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, എന്നിട്ട് ഇവർക്ക് കുര നിർത്തണം തോന്നുന്ന സമയത്ത് ഇവര് നിർത്തട്ടെ. അപ്പൊ എന്റെ ഇന്റൻഷൻ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്, പരാക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെറുതെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ഇതൊക്കെ എന്ത് സിമ്പിൾ, ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നുള്ളൂ എന്നുള്ള പഴയ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ
അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് തള്ളിക്കയറി ആരും പോകണ്ട, ബ്ലാങ്ക് ആയിട്ട് തന്നെ പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കുറച്ചും കൂടി ബ്ലാങ്ക് ആവാനുള്ളതുകൊണ്ട്.